പ്രതിഷേധ വഴങ്ങൽ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ വാർത്താസമ്മേളനത്തിൻ്റെ ചുരുക്കം ഇതാണെന്ന് വേണം കരുതാൻ. CPI എന്ന പാർട്ടിയെ പൂർണ്ണമായും അവഗണിച്ച് ഇരുട്ടിൽ നിർത്തി PMC പദ്ധതിയിൽ CPM ഒപ്പിട്ടപ്പോൾ, സർക്കാർ ഒപ്പിട്ടപ്പോൾ CPI മന്ത്രിമാരടക്കം അത് അറിഞ്ഞിട്ടില്ല, മുന്നണിയിൽ അത് ചർച്ച ചെയ്തിട്ടില്ല. ഇതേ തുടർന്നാണ് CPI ബന്ധം വഷളാവുകയും CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന ശേഷം CPI സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്തത്. അവിടെ തേങ്ങ ഉടയ്ക്കു സ്വാമി എന്ന മട്ടിൽ പലരും പലതും പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും CPIയിൽ നിന്ന് ലേശമെങ്കിലും കടുത്ത നിലപാട് പ്രതീക്ഷിച്ചവരുമുണ്ട്. പക്ഷേ CPIക്ക് അത്തരമൊരു നിലപാട് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. CPM ഉറച്ചു തന്നെ ഈ ബിനോയ് വിശ്വത്തിൻ്റെ വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു, ഒരു കാരണവശാലും ഈ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന്. എന്നാൽ CPIക്ക് മുന്നണി വിടുന്ന അടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്കോ മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്കോ തൽക്കാലം പോകാൻ കഴിയാത്ത രാഷ്ട്രീയ കാലാവസ്ഥയുമുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് വഴി? ഒറ്റ വഴി മാത്രമാണ് CPIക്ക് മുന്നിലുള്ളത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാലും NEP നടപ്പാക്കില്ല, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കില്ല എന്നൊരു ഉറപ്പ് CPM നൽകുക. അങ്ങനെ ഒരു ഉറപ്പ് നൽകുകയാണെങ്കിൽ തൽക്കാലം ഈ എതിർപ്പിൽ നിന്ന്, പ്രതിഷേധം നിലനിർത്തിക്കൊണ്ട് തന്നെ പിന്നോട്ട് പോകാം എന്നുള്ളതായിരുന്നു ആകെ ബിനോയ് വിശ്വത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ വിലയിരുത്താൻ കഴിയുന്ന പ്രധാനപ്പെട്ട തീരുമാനം. എന്തായാലും കടുത്ത തീരുമാനത്തിലേക്ക് പോകില്ല എന്നത് തന്നെയാണ്. 27-നോ ഇനി ഒരു പ്രത്യേക സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമൊക്കെ ചേർന്ന് അന്ന് തീരുമാനം പറയാം എന്നൊക്കെ പറയുമ്പോഴും അവിടെയും ഒരു കടുത്ത തീരുമാനത്തിന് നിലവിൽ സാധ്യത കാണുന്നില്ല. അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ആ പാർട്ടിയിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ കടുത്ത നിലപാടിലേക്ക് മാറുകയും സംസ്ഥാന നേതൃത്വത്തിനടക്കം അതിനനുസരിച്ച് ചിന്തിക്കുകയും ഒക്കെ വേണം. NEP നടപ്പാക്കില്ല എന്ന ഉറപ്പ് പറയുമ്പോൾ തന്നെ മറ്റൊന്നുകൂടി ചോദ്യമുണ്ട്. NEP നടപ്പാക്കില്ല എന്നൊരു ഉറപ്പ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയോ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ നൽകുന്നില്ല. അവർ പറയുന്നത് നയം വേറെ, ഫണ്ട് വേറെ എന്ന നയം തന്നെയാണ്. തൻ്റെ നിലപാട് മാറ്റിയെന്നുകൂടി V ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം NEP നടപ്പാക്കിയാൽ, അല്ലെങ്കിൽ NEPയെ ആത്യന്തികമായി എപ്പോഴും എതിർക്കേണ്ടതില്ല എന്നതുകൂടി ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആത്യന്തികമായി NEP നടപ്പാക്കില്ല എന്നൊരു വാചകം പറഞ്ഞാൽ പോലും അത്തരം ഒരു ഉറപ്പ്, അല്ലെങ്കിൽ ഇതിനി ഉണ്ടാവില്ല എന്ന ഉറപ്പ് CPIക്ക് ലഭിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇക്കാര്യത്തിലൊക്കെ ഇനി തീരുമാനമെടുക്കേണ്ടത് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവാണ്. പക്ഷേ ഇപ്പോഴും പറയുന്നു, ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് അങ്ങനെ ഒരു ഉറപ്പ് സർക്കാരിൽ നിന്ന് ലഭിച്ചാൽ തൽക്കാലം ഇതുമായി മുന്നോട്ട് പോകാം എന്ന നിലപാടിലേക്ക് CPI മാറാനുള്ള സാധ്യതയാണ് നിലവിൽ കൂടുതലുള്ളത്. RSSൻ്റെ അജണ്ടയാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് ആവർത്തിച്ച് പറയുന്ന രണ്ട് പാർട്ടികളാണ്. CPM ആയാലും CPI ആയാലും ദേശീയ തലത്തിലടക്കം ആ രണ്ട് പാർട്ടികളുടെയും നിലപാടും അതുതന്നെയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളം ചേർക്കാൻ സംസ്ഥാന സർക്കാരിനോ കഴിയില്ല എന്നൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോഴും എന്തിനു വേണ്ടിയാണ് NEPയോടുള്ള എതിർപ്പ് വിദ്യാഭ്യാസ മന്ത്രി മയപ്പെടുത്തിയത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. CPIയെ സംബന്ധിച്ച് അപമാനത്തിൻ്റെ വഴി മറ്റൊന്നുകൂടിയാണ്. CPI ഈ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ്. ആ രണ്ടാമത്തെ വലിയ പാർട്ടിയുടെ മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഈ കരാർ ഒപ്പിടുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ബുധനാഴ്ചയാണ്, വ്യാഴാഴ്ച കരാർ ഒപ്പിടുന്നെങ്കിൽ ബുധനാഴ്ചയാണ് ഈ മന്ത്രിസഭാ യോഗം നടക്കുന്നത്. ആ യോഗത്തിൽ CPI മന്ത്രിമാർ ഈ വിഷയം ഉന്നയിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഞങ്ങൾ ഇത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തായുള്ളൊരു അറിയിപ്പ് എവിടെയും ഉണ്ടാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ തീരുമാനമെടുത്തു കഴിഞ്ഞു, ഇവിടെ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ഡൽഹിക്ക് പോയി കഴിഞ്ഞു. ആ തീരുമാനം അവിടെ അറിയിക്കുന്നില്ല. CPIയെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തത്. ഇതേ തുടർന്നാണ് ഇതിനുള്ളൊരു പ്രതിഷേധം എന്ന നിലയ്ക്കൊക്കെയാണ് ഈ ഒപ്പിടൽ തീരുമാനം ഇടതുപക്ഷത്തിൻ്റെ വഴിയല്ല, ഇതിൽ അസ്വാഭാവികതയുണ്ട്, മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്നൊക്കെ കടുത്ത ഭാഷയിൽ തന്നെ ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത്. അപ്പോഴും ബിനോയ് വിശ്വം പറയുന്നത് ഈ അസ്വാഭാവികതയുണ്ട്, മുന്നണി മര്യാദയുടെ ലംഘനമുണ്ട്, കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് എന്നുള്ള ചോദ്യത്തിന്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു മന്ത്രിസഭയിൽ ചർച്ച ചെയ്യേണ്ടേ ഈ വിഷയം, ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യേണ്ടേ ഈ വിഷയം, നയപരമായ വിഷയമല്ലേ ഇത്, ആ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന ഒരു ഒഴുക്കൻ മട്ടിലുള്ള വിശദീകരണമാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരമൊരു ധാരണയിലേക്കാണ് CPI നീങ്ങുന്നത് എന്നതിനെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്ന ഒരു നീക്കം
നീക്കം തന്നെയാണ്. പക്ഷേ ഈ CPI ഓർക്കേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. മുൻകാലങ്ങളിലൊക്കെ CPM-ന് മേൽ CPM എടുത്ത പല തീരുമാനങ്ങളും മാറ്റിമറിച്ചിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ് CPI. അതോടൊപ്പം തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ ഉയർത്തി ഒടുവിൽ വഴങ്ങിയിട്ടുള്ള പാർട്ടി കൂടിയാണ് CPI എന്ന് ഓർക്കണം. 2017 അന്ന് തോമസ് ചാണ്ടിക്കെതിരെ കായൽ കയ്യേറ്റ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അന്ന് തോമസ് ചാണ്ടി രാജിവെക്കാൻ തയ്യാറായില്ല. തോമസ് ചാണ്ടിക്ക് CPM നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. അന്ന് CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തോമസ് ചാണ്ടിക്ക് രാജിവെക്കേണ്ട അല്ലെങ്കിൽ തോമസ് ചാണ്ടിയെ രാജിവെപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് CPM-ന് അല്ലെങ്കിൽ ആ മന്ത്രിസഭയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ എത്തിക്കാൻ CPIക്ക് കഴിഞ്ഞിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് ADGP അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ വന്നപ്പോൾ RSS നേതാവ് ഹൊസബളയുമായി ചർച്ച നടത്തിയടക്കം വിഷയം വന്നപ്പോൾ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനടക്കം CPIയുടെ സമ്മർദ്ദത്തിന് കഴിഞ്ഞിട്ടുണ്ട്. CPI VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തൊക്കെ CPI പല തീരുമാനങ്ങളും നിർണായക തീരുമാനങ്ങളിലൊക്കെ CPIയുടെ ശക്തമായ നിലപാട് വരികയും ആ കാര്യത്തിൽ മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വഴക്കം ആണെന്ന് പറയുമ്പോഴും മറ്റൊരു ചെറിയ ആരോപണം കൂടി, ചെറുതല്ല വലിയൊരു ആരോപണത്തിൻ്റെ ലാഞ്ചനയുള്ള ചില ശബ്ദങ്ങൾ കൂടി ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ കരാർ ഒപ്പിട്ടപ്പോൾ ആദ്യം അതിനെ അംഗീകരിച്ചത് BJP ആണ്, പിന്നീട് അംഗീകരിച്ചത് ABVP ആണ്. BJPയും ABVPയും ഒക്കെ ഇതിനെ അംഗീകരിക്കുന്നെങ്കിൽ സ്വാഭാവികമായും ഇതിൽ അപകടമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതാണ്. ഹിറ്റ്ലറുടെ വഴിയാണ് RSS തിരഞ്ഞെടുക്കുന്നത്, ക്യാഷ് ദി യങ് എന്ന വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഒരു ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കടത്തിവിടുക എന്നുള്ള അജണ്ടയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. എത്രയും വിമർശനം പറയുമ്പോഴും എങ്ങനെയാണ് ഈ തീരുമാനത്തിൽ നിന്ന് പുറത്തു കടക്കുക? അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിച്ചാൽ എന്നിട്ടും CPM കേട്ടില്ലെങ്കിൽ എന്തു ചെയ്യും എന്നുള്ള വലിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. 2 തെരഞ്ഞെടുപ്പ് മുന്നിൽ വരാൻ പോവുകയാണ്. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അത് തൊട്ട് അടുത്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരേണ്ടി വരുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം CPIക്ക് മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. UDFിലേക്ക് പോകാനോ അല്ലെങ്കിൽ UDF ഇതിനെ തന്നെ കോൺഗ്രസിൻ്റെ മന്ത്രിസഭകളെല്ലാം തന്നെ കർണാടക അടക്കമുള്ള എല്ലാ മന്ത്രിസഭകളും ഈ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിച്ചവരാണ്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ ഇതിനെ പരമാവധി സമ്മർദ്ദം ചെലുത്തി തിരുത്താം? അങ്ങനെ തിരുത്താൻ കഴിയില്ല എന്നുള്ള വളരെ കൃത്യമായ വാചകം തന്നെയാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായാലും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയായാലും LDF കൺവീനർ TP രാമകൃഷ്ണൻ മാത്രമാണ് അല്പം മയത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മറ്റു രണ്ടുപേരുടെയും വാചകങ്ങളിൽ വളരെ വ്യക്തമായിരുന്നു, ഈ ഫണ്ട് ഞങ്ങൾ വേണ്ടെന്ന് വെക്കില്ല, ഈ ഫണ്ട് വാങ്ങിയേ മതിയാവൂ എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതിനുവേണ്ടി ഏതെങ്കിലും തരത്തിൽ ഒരു നയം മാറ്റം എന്നുള്ള സൂചനയല്ല അവർ നൽകുന്നത് എങ്കിൽ പോലും ഇനിയും CPIയുമായി ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ ചർച്ച ഇനിയും ആകാമല്ലോ എന്നുള്ള, അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്ന കുട്ടിയെ ഇവിടെ ഇനിയും നിങ്ങൾക്ക് ചർച്ച ചെയ്യാമെന്നൊക്കെ അവർ ഒപ്പിട്ട ശേഷം ഇനി എന്താണ് ചർച്ച എന്നുള്ള ലോജിക്കലായ ക്വസ്റ്റ്യനൊന്നും അവിടെയും ഉത്തരം വരുന്നില്ല. അപ്പോൾ CPI കൂടി കണ്ടെത്തിയ ഒരു രക്ഷാമാർഗം കൂടി ആവണം ഇത്തരമൊരു നിലപാടിലേക്ക് എത്തുക എന്നുള്ളത്. പക്ഷേ ആ നിലപാട് മാറുമോ എന്നറിയാൻ 27-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. 27-ാം തീയതി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ CPIയിൽ ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ CPI അല്ലെങ്കിൽ ഈ കാലങ്ങളിലൊക്കെ കണ്ടതുപോലെ CPI കമ്മിറ്റികൾക്കുള്ളിലൊക്കെ വലിയ എതിർപ്പ് ഉയരുന്ന പാർട്ടിയാണ്. അത്തരമൊരു എതിർപ്പ് ഉയരുന്ന ഘട്ടത്തിൽ മാത്രമേ കടുത്ത ഒരു നിലപാടിലേക്ക് ഈ പാർട്ടി പോകാൻ സാധ്യതയുള്ളൂ എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയൂ. എന്തായാലും ഏതോ ഒരു തരത്തിൽ ഒരു ധാരണ CPM-ഉം CPI-യും തമ്മിൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന വ്യക്തമായ സൂചനകൾ തന്നെ നൽകുന്നതാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ വാർത്താ സമ്മേളനം.